ഇനി ഒറ്റ പോയിന്റ് കൂടി ഞാൻ പറയാം, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ആരാ തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തിയത്? AP സമസ്ത. ആരാ AP സമസ്ത? സുന്നിയിൽ 110, അതിന്റെ അപ്പുറം സ്ട്രോങ്. ഇതല്ലേ ഇവിടെ പറഞ്ഞിരുന്നത്. ഏത് ദിവസമാണ് നിങ്ങൾ സമ്മേളനത്തിന് വേണ്ടി സെലക്ട് ചെയ്തത്? ജനുവരി 16-നല്ലേ നിങ്ങളെ സമാപനം? ഈ ജനുവരി 16 ഏതാ ദിവസം? ആ രാത്രി ഈ പിണറായി സാറും സതീശനും ഇവരൊക്കെ പ്രസംഗിച്ച് രാഷ്ട്രീയ അടിപിടികൾക്ക് വേദിയായി. ഇന്നും തല്ല് നടന്നുകൊണ്ടിരിക്കുന്നു. വർഗീയ ധ്രുവീകരണത്തിന് കാരണമായി. ഈ പറഞ്ഞ സംഭവം നടന്ന രാത്രി ഏതാ? ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ രാത്രി. എന്താ അങ്ങക്കൊരു ബോധമില്ലാതായത്? ഇതാണ് ഞാൻ പറഞ്ഞ സഹായമല്ല എന്ന് വീണ്ടും തെളിയാണ്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു. ഒരാളിനോട് മെസ്സേജ് അയച്ചാൽ എനിക്ക് 4 ദിവസം മുമ്പ് പറഞ്ഞുകൂടെ എന്നാൽ ഞങ്ങൾ പരിഗണിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് പരിഗണിക്കാൻ. ഈ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം വലിയ ചെറിയൊരുനാൾ പോലെയുള്ള സംഭവമല്ല. ചെറിയൊരുനാൾ ഇപ്പോൾ മാസം കണ്ടും തന്നെ നാളെ പെരുന്നാളായി, മാസം കണ്ടപ്പോൾ തന്നെ പെരുന്നാളായി. ഇതങ്ങനെയല്ല, 27 റജബിൻ്റെ ലൈലത്തുൽ മിഅ്റാജ് വരുന്നത്. അപ്പം മാസം കണ്ട് 27 ദിവസങ്ങൾക്ക് അവിടെ ചാൻസ് ഉണ്ട്. എന്നാ പല റാലി തുടങ്ങിയത് റജബ് 10-ന്. റജബ് 10-ന് റാലി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, എന്ത് മിഅ്റാജിൻ്റെ രാത്രി പഴയ കാലത്ത് ഇവിടെ ഒരു സുന്നി പാരമ്പര്യം ഉണ്ട്. അതെന്താ? അന്നത്തെ രാത്രി എല്ലാവരും അവനവൻ്റെ വീട്ടിലും പള്ളിയിലൊക്കെ ഇരുന്ന് 4 ദിക്റൊക്കെ ചൊല്ലി, 4 സ്വലാത്ത് അധികം ചൊല്ലി, ആ രാവിലെ ഒരു മഹത്വം കൽപ്പിച്ച് അതിനുള്ളൊരു രാത്രിയാണത്. ആ രാത്രിയെ മുജാഹിദ് പരിഗണിക്കൂല. ഓട്ടെ, നമ്മളെ നാട്ടില് ഒരു പള്ളി കമ്മിറ്റി ഒരു നിക്കാഹ് തീരുമാനിക്കുകയാണെങ്കിൽ വരെ നോക്കും. കാരണന്മാർ ചോദിക്കുമല്ലോ, ആ ദിവസം ഏതാന്ന് നോക്ക്, ബറാത്തിൻ്റെ രാവാണോ? അതാ ഒരാൾ ഇപ്പോൾ പറയുന്നുണ്ട് 100-ാം വാർഷികം ഇനി ബറാത്തിൻ്റെ ഒന്ന് വെച്ചേക്ക്, ആ നല്ല നിങ്ങൾക്ക്. ആ നാടന്മാർ വരെ ചോദിക്കൂലേ അന്ന് മിഅ്റാജിൻ്റെ രാവാണോ പകലാണോ? അതിന് സാധ്യത ഉണ്ട്. നമുക്ക് ദിവസം വേറെ വെക്കാം. എത്ര ദിവസമുണ്ട്? ഒരു കൊല്ലത്തിൽ 365 ദിവസം ഉണ്ടായിട്ട് ആ ലൈലത്തുൽ മിഅ്റാജിന്റെ അന്ന് തന്നെ പോയി രാഷ്ട്രീയക്കാരെ മുമ്പിൽ അണികളെ ഇരുത്തി കൊടുക്കണോ? അതുമല്ല രസം. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു മേൽമ പറയാ. എന്താ മേൽമ പറയുന്നത്? ഞങ്ങളുടെ സംഘടന ദീനിന് വലിയ പ്രാധാന്യം നൽകുന്ന സംഘടനയാണ്. അതുകൊണ്ട് 17-ന് ഞങ്ങൾ വെച്ച പരിപാടി, ലാസ്റ്റ് പരിപാടി 16-ലേക്ക് ഞങ്ങൾ മാറ്റി. കാരണം അന്ന് നോമ്പ് ബാത്തിലാകണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് വടശ്ശേരി ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. വെച്ചു കൊടുക്കും. നമ്മുടെ സംഘടന എന്നാലോ ദീനീയായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ല. ഈ കേരള യാത്ര സമാപിക്കേണ്ടത് 17-ാം തീയതിയാണ്. 17-ാം തീയതി അന്ന് മെഹ്റാജിന്റെ നോൻപാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. കാരണം മാസം ഇപ്പുറത്താകാൻ സാധ്യത വിചാരിച്ചു. പക്ഷേ നമ്മള് 17 നിശ്ചയിച്ചു. അതിപ്പോ നോൻപായി. ഇപ്പൊ എന്താ? കേവലം ഒരു സുന്നത്ത്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ? അത് മുഅക്കദല്ലാത്തതുകൊണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കേണ്ടാവുന്ന നിലയ്ക്ക്. പിന്നെ അവര് വലുതാവുമ്പോൾ ചെയ്യും, അത് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. പക്ഷേ AP ഉസ്താദിന്റെ സ്ഥിതി അതല്ല. അത് ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് ചെറുതെങ്കിലും ഒരു ദീനീ കാര്യം മുടങ്ങിപ്പോയിക്കൂടാ. അതാണ്. അതുകൊണ്ട് അന്ന് നിർത്തിയ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ 6000-ഓളം വളണ്ടിയേഴ്സ് തീവണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് റീഫണ്ട് ചെയ്യാൻ പലതും പ്രയാസമായിരിക്കും. ബസ് ബുക്ക് ചെയ്തിട്ട് അതൊന്നും മൂപ്പർക്ക് വാദകല്ല. ഒരു സുന്നത്ത് നോമ്പ് അതിന്റെ പേര് നമ്മളെ കൊണ്ട് കളയാൻ പറ്റൂല. നമ്മളെ മഹാനായ അവകാശവാദത്തിന് ഒരു കുറവുമില്ല, ഇനിയേറ്റ നഷ്ടപ്പെടാൻ ബാക്കിയില്ല. അവിടെ ഇടക്ക് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ, റജബ് 27-ന്റെ നോമ്പ് അത് അത്ര മുഅക്കദായ ശക്തിയായ സുന്നത്തൊന്നും അല്ല. നമ്മളെ മദ്രസ ബുക്കിൽ പോലും അതില്ല. എന്നിട്ടും അപ്പൊ നിങ്ങൾക്ക് മദ്രസ ബുക്കിൽ ചേർക്കാൻ ഇനിയിപ്പോൾ എന്താ വേണ്ടി? നിങ്ങൾക്ക് ആരെങ്ങളോട് മുഅക്കദല്ല എന്ന് പറഞ്ഞത്? അതാ അവിടെയും വഹാബിസം കാര്യം വരികയാണ്. വഹാബിക്കില്ലല്ലോ നോമ്പ്. ആ നോമ്പിന്റെ പ്രത്യേകത എന്താ? മിഅ്റാജ് നോമ്പിന്റെ പ്രത്യേകത വഹാബിക്കില്ല എന്നുള്ളതാണ്. ആ ലിസ്റ്റിൽ പോലും കയറാണ്. ഇമാമിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് പോരെ? മറുപടി പറയണം നിങ്ങൾ. ഇതേതാ കിതാബ്? കിതാബുൽ ഗുന്യ ഔസുൽ അലമ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി
മഹാനവറുകൾ ഒരു അധ്യായം തന്നെ കൊടുക്കുന്നു. ഉന്നയിൽ ഫസ്ലുൻ ഫീ ഫദ്ലി സിയാമി യൗമിസ് സാബിഉ വൽ 20 മിൻ റജബ്. റജബ് 27 നോമ്പിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്ന അധ്യായം. വഹിയദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞാ പോരെ നിങ്ങൾക്ക്? ഇനി ആരാ പറയേണ്ടത്? മൻ സ്വാമ യൗമസ് സാബിഉ വൽ 20 മിൻ റജബ് കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റാ. 60 മാസത്തെ നോമ്പ്, ആ നോമ്പിന്റെ പ്രതിഫലം അന്നത്തെ നോമ്പിനുണ്ടെന്ന് സനദ് സഹിതം ഹദീസ് ഉദ്ധരിക്കുകയാണ് ഔദുൽ അലമ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. അതൊന്നും പോരെ നിങ്ങളെ മദ്രസയിലേക്ക് ഇത് കയറ്റാൻ? യാനത്ത് പോരെ, ബാജൂരി പോരെ, ഇഹിയ പോരെ, മുകാശഫത്തുൽ ഖുലൂബ് പോരെ? ആർക്കാ നിങ്ങൾ ഉണ്ടാക്കണം? നിങ്ങൾ എന്തിനാ? നിങ്ങൾ മുവക്കതേ പറയുള്ളൂ. ളുഹറിന്റെ സുന്നത്ത് പറഞ്ഞെടുത്ത് മുവക്കതേ ഉള്ളൂ. ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നിങ്ങൾ എല്ലാ സംഭവവും പറഞ്ഞിട്ട് ഇത് മുവക്കതല്ല എന്നാരാ നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ ഈ നോമ്പിനെ തന്നെ അവിടെ ഒന്ന് ഇകയറ്റിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മതയായി പറയാണെന്ത്? അതാ ഞങ്ങള് നോമ്പ് ഉണ്ട് എന്ന് കരുതി 16 അതെന്തിനാന്ന് ഞങ്ങൾക്കറിയാം. നോമ്പ് എന്ന് പറഞ്ഞ സംഭവം തുറക്കലാണ്. അപ്പോഴെ വരിക 15 നോമ്പ് തുറൻ്റെ അന്ന് പരിപാടി വെച്ചാൽ ഒറ്റൊന്നിനും കിട്ടൂല. നോമ്പുള്ളവരൊക്കെ പോകും. തീറ്റന്റെ കാര്യമല്ലേ? ആരെങ്കിലും അഫയ്യോ ആ നേരത്തെ എല്ലാം പോവില്ലേ? സ്റ്റേജിൽ തന്നെ ആരും ഉണ്ടാവില്ല, പേരോടുണ്ടാവും. അതിലങ്ങോട്ട് മുന്ന് ഖലീൽ തങ്ങൾ ഇപ്പുറത്ത് കൂടി പോകണോ, തീറ്റ കഴിഞ്ഞിട്ട് വരാതെ, അപ്പോൾ ക്ഷീണമായി കിടന്ന സമ്മേളനം ഇല്ലാതാവും. ഈ ഒരു ബോധം കൊണ്ട് 17 നടത്തിയില്ല. 17 നോമ്പ് വരാനുള്ള കാരണം ഏതാ? 16 എന്ന ലൈലത്തുൽ മിഅ്റാജിന്റെ പവറാണത്. അത് രാത്രിയാ ഖുർആൻ പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. എന്താ പറഞ്ഞേ? അല്ലാഹു തആല റസൂലുള്ളാഹിനെ ആകാശലോകങ്ങളിലേക്ക് കൊണ്ടുപോയ ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് ലൈലൻ, രാത്രിയിലാണ്. അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ രാത്രി ഒന്നുമില്ല. ബൈത്തുൽ മുഖദ്ദസ് വരെ രാത്രി പറയാം, പിന്നെ ആകാശം അവിടെ രാത്രിയും പോലെ കാണുക. അപ്പൊ രാത്രിയിലാകൊണ്ട് ആ രാവിനാണ് പ്രത്യേകത. അന്ന് രാഷ്ട്രീയക്കാരുടെ വാക്കുപോര് കേൾക്കാൻ പാവപ്പെട്ട സുന്നികളെ മുന്നിലിരുത്തി കൊടുത്ത നേതൃത്വം മാപ്പ് പറയണം. അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിനെതിരാണത്. നിങ്ങൾ ദിവസം 2ാമത് നിശ്ചയിച്ചപ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടിരുന്നത്. കല്യാണം 2ാമത് നിശ്ചയിച്ചപ്പോഴെങ്കിലും ഇത് ഓർക്കണ്ടേ? 2ാമത് നിശ്ചയപ്പോൾ ഒന്നുകിൽ അങ്ങോട്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വെള്ളിയാഴ്ചക്ക് ആക്കിക്കൂടെ? ഒന്നുകിൽ വ്യാഴാഴ്ച ഇങ്ങോട്ടാക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ്. നമ്മളങ്ങനെയല്ല ആക്കിയത്. നമ്മൾ ആദർശ യാത്ര നടത്തി കേരളം മുഴുവനും, ഭീമാപള്ളിയിൽ നിന്ന് തുടങ്ങി ഉള്ളാൾ ദർഗ വരെ. അന്ന് അതിൻ്റെ ഇടയിൽ പാലക്കാട് എത്തിയപ്പോൾ ബറാത്ത് വന്നു. ബറാത്ത് രാവ് ഒഴിവാക്കി, ബറാത്തിന്റെ നോമ്പുണ്ടെന്ന് ഒഴിവാക്കി. പിറ്റേന്ന് തുടങ്ങി. അതിനെന്താ പ്രശ്നം? കാരണം ആ രാവിന് അത്രയും മഹത്തുണ്ട്. അന്ന് നിങ്ങളെ രാഷ്ട്രീയ വെടുപ്പലുകൾക്കുള്ള രാത്രിയല്ലാതെ നിങ്ങൾക്ക് അതിന്റെ ബോധമല്ലാഞ്ഞിട്ടാണ്. ഒരു മുശാവറിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ അതിന്? ഇപ്പൊ സുലൈമാൻ ഉസ്താദ് പറയുന്നുണ്ട് അത്ര. എന്താ പോലെ ചെയ്ത് കൂട്ടണ്? മൂപ്പര മെയിൻ്റെയിലല്ലേ വരെ വാല് തലയെ നിയന്ത്രിക്കല്ലേ? സുലൈമാൻ ഉസ്താദ് നിഷ്കളങ്കനായ ഒരു പണ്ഡിതൻ. ചെറുശ്ശേരി ഉസ്താദിനൊക്കെ പറയുമ്പോൾ അതിൽ കൂട്ടിപ്പറയുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാരൊക്കെ പറയുമ്പോൾ ചേർത്ത് പറയാൻ പറ്റിയ നിഷ്കളങ്കനായ ഒരാള്, നല്ലൊരു ആലിം, കിബർ എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. മൂപ്പര ഈ രാത്രി മേറാജിന്റെ രാത്രിയാ എന്നെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്ത്. അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കൂലല്ലോ. നിങ്ങൾ തീരുമാനം എടുക്കുന്ന ബിസിനസ്മാനും ഈ കുറ്റ്യാടിക്കാരനും അല്ലേ? ഓൽക്കന്ത് മേറാജ്, ഓൽക്കന്ത് ബറാത്ത്, എന്നിട്ട് വലിയ ഗുണം പറയാണ്. എവിടെ എത്തി? നിങ്ങളെ മദ്രസ ബുക്കൊന്ന് അരിച്ചു പെറുക്കേണ്ടിണ്ട്. മിൻ അവ്വലിയിലാഖിരി. ഒരു സ്ഥലത്ത് ഇയാൾ പറയുന്നത് ഞങ്ങളെ മദ്രസ ബുക്കിന്റെ പവർ ട്രാഫിക് നിയമം വരെ മദ്രസ ബുക്കിലുണ്ട് എന്നാണ്. പിന്നീട് മീറാജ് നോമ്പ് പോയത് അതൊന്ന് കേട്ടോളൂ ഇടക്ക്. കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായും പഠിപ്പിക്കണം. കേരളത്തിൽ ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസിൽ മാത്രമാണ് ഈ ട്രാഫിക് നിയമം ലംഘിക്കരുതെന്നും ട്രാഫിക് നിയമം ശ്രദ്ധിക്കണമെന്നും പഠിപ്പിക്കുന്നത് എന്നുകൂടി. മനുഷ്യർക്കൊപ്പമാണ് ഈ പ്രസ്ഥാനം എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ വെറുതെ വിടാണ്. എല്ലാം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണ മോനെ ട്രാഫിക് നിയമം പാലിക്കണം കേട്ടോ. അതിന് മദ്രസയിൽ പ്രത്യേകങ്ങൾ മാത്രം പഠിപ്പിക്കണ സംഗതി ഒന്നുമില്ല. അത് പഠിപ്പിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ തന്നെയല്ലേ ഇവിടെ. എന്തൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്. അതടക്കമുള്ള ബുക്കില്
മേറാജ് നോമ്പ് പോയി. അതാണ് ഇപ്പം എൻ്റെ വിഷയം. നിങ്ങൾ ട്രാഫിക് പഠിപ്പിച്ചാലും കുഴപ്പമില്ല, ആദാബുൽ ജിമാഅ് പഠിപ്പിച്ചാലും കുഴപ്പമില്ല, മേറാജ് എങ്ങനെ പോയി എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാകേണ്ടത്. അതെങ്ങനെ പോയി, അത് മോക്കതായത് മാത്രമേ പഠിപ്പിക്കുള്ളൂ പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ വന്ന്, അതിന് നിങ്ങൾ മറുപടി പറയണം. അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ ഞാൻ ഉദ്ധരിച്ച് വെറുതെ അല്ല. ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്തിനാ മേറാജ് പഠിപ്പിച്ചു കൊടുക്കണത്? 3ാം ക്ലാസ് നിങ്ങൾ ആയത് പഠിപ്പിച്ചു കൊടുക്കണത്? വലിയ കാലത്ത് ഉണ്ടാകുന്നതിനപ്പം തന്നെ പഠിപ്പിച്ചു കൊടുക്കണത്? വലുതാകുമ്പോൾ പഠിച്ചൂടെ? വലുതാകുമ്പോൾ മറ്റവും പഠിച്ചൂടെ? എന്ത് ന്യായങ്ങൾ ഇതിനൊക്കെ പറയുന്നത്? അപ്പൊ അതല്ല എൻ്റെ വിഷയം. ആ മിഅ്റാജിന്റെ രാത്രിയിൽ ഇന്നലെ മാത്രമല്ല കേട്ടോ, വേറെ രസം ഉണ്ടായിട്ടുണ്ട്. ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളെ പേരോടും പറയുന്നുണ്ട് ഈ സംഭവം. പേരോട് മൗലവി വടശ്ശേരി പറഞ്ഞ അതേ സംഗതി പറയുന്നുണ്ട്. അതായത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചിരുന്ന ഡേറ്റ് മാറ്റി ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോഴും ഇത് ഓർമ്മ ആണില്ലേ? അത് ആ രാത്രി മഹാരാത്രിയാണ് എന്നത് ഓർക്കണില്ല. പകലിലുള്ള തിന്നൽ മുണുങ്ങൽ മാറ്റിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ രാത്രിക്കാണ് പവർ എന്നുള്ളത് ഇനി ഓർമ്മയില്ല. വല്ലാത്തൊരു നിങ്ങളാരെ മുശാവറയിലെടുത്തത് എനിക്ക് മനസ്സിലാവാത്തത്. കേട്ടോളൂ, 2 പ്രസംഗങ്ങൾ നടത്തിയിട്ട് ഒന്നൊരു ചെയറിലൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ ആദ്യം. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജനുവരി 1 മുതൽ 17 വരെയാണ് നേരത്തെ തീരുമാനിച്ചത്. 17-ന് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായ രൂപത്തിൽ അതിൻ്റെ സമാപനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തെ 27 പരിഗണിച്ച് 16-ലേക്ക് മാറ്റിയതായി എല്ലാവരെയും അറിയിക്കുകയാണ്. ഭയങ്കര മാറ്റലായിപ്പോയി. 17-നുള്ളത് റജബ് 27-നെ പരിഗണിച്ച് 16-ലേക്ക് മാറ്റി. ഈ 16-നാണ് രജബ് റിവൈൻ്റെ രാവ്. രാവ് എന്നത് അതിൻ്റെ തലേന്നുള്ള രാവ്, അതും അറിയില്ലേ? ഇപ്പൊ ബറാത്ത് നമ്മൾ മാസം കണ്ട പണ്ടില്ല, 2 കാലിമാരെ എഴുതി വിടുന്നത്. ബറാത്ത് നോമ്പ്, ബറാത്ത് രാവ്. അപ്പൊ രാവാണ് ആദ്യം വരിക. അപ്പൊ 27 റജബിനെ പരിഗണിച്ചുകൾ മാറ്റിയാൽ ആ മാറ്റുമ്പോ അത് 15-ലേക്ക് മാറ്റേണ്ടിയിരുന്നു. ഇത് മുജാഹിദ് സമ്മേളനമാണ്, ഞങ്ങളിത് പറയൂല. ജമാഅത്തെ ഇസ്ലാമിന്റെ സമ്മേളനത്തിന് ഇത് ഞങ്ങൾ പറയൂല. പക്ഷെ നിങ്ങൾ പറയുന്നത് സുന്നികളാണ് എന്നാണ്. അതും ഡബിൾ സ്ട്രോങ് സുന്നി എന്നാണ്. EK ഉസ്താദിന് വരെ സുന്നി പോരാത്തോർന്ന് നീച്ചു വന്നതാങ്ങള്. എന്നിട്ടാണ് മഹത്തായൊരു രാത്രിയിൽ, അത് തന്നെ രാത്രിയിൽ കൂടിയിട്ട് വഴലറിഞ്ഞു കൊടുക്കാൻ ഈ പ്രശ്നമല്ല. മഗ്‌രിബ് മുതൽ 2-3 മണിക്കൂർ രാഷ്ട്രീയക്കാരുടെ പരസ്പരം വെളുപ്പലക്കലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് കുറഞ്ഞ സമയം. ലാസ്റ്റ് പറഞ്ഞ നമുക്കൊരു യാസീനോദാന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം പറയുന്നുണ്ട് 10 മണിക്ക് നിർത്തണോണ്ട് എല്ലാം കൂടി വേഗം നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം ഓർമ്മല്ലേ അത്? ആ രാത്രി മുഴുവൻ നശിപ്പിച്ചില്ലേ? വെള്ളിയാഴ്ചയായിരുന്നു അന്ന്. പള്ളിയിൽ സ്ഥലം പോലുമില്ലാതെ ജുമുഅ മുടങ്ങിയത് എത്ര ആൾക്കുണ്ട്? ഒക്കെ നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ വലിയ ശരീഅത്തിന്റെ ആൾക്കാരല്ലേ, ഔലിയാക്കന്മാരെ ശരീഅത്ത് നോക്കുന്നവരല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ലൈലത്തുൽ മിഅ്റാജിന് രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് അണികളെ മുന്നിലിരുത്തി സമ്മേളനം നടത്തിച്ചത്. നിങ്ങളെ കയ്യിൽ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചുക്കുമില്ല. ആര് പറഞ്ഞ പോലെ, ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല എന്ന് വ്യക്തമായ സമ്മേളനം. ഇനി ആർക്ക് എങ്ങനെയാ മനസ്സിലാക്കണ്ടേ? പേരോട് ഒന്നുകൂടി വന്നോട്ടെ. ആൾ പറയും ഞങ്ങൾ മാറ്റിവെച്ചു. ഇതിങ്ങനെ വലിയ പവറിൽ പറയാ. മാറ്റി വെക്കേണ്ടത് അപ്പോൾ അവിടെ തന്നെയാണ്. അപ്പോഴത് മനസ്സിലാണില്ല. നമ്മളിത് പറഞ്ഞപ്പോ, കോട്ടക്കെന്ന് പറഞ്ഞപ്പോഴാണ് കുറെ എണ്ണം മെസ്സേജ് അയക്കണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഇനിയിപ്പോൾ എന്താ, എനിക്ക് 2 ആഴ്ച മുമ്പ് പറഞ്ഞുകൂടെ എന്നാണ്. ഞങ്ങളെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനാ. നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ നേരത്തെ രണ്ടാമത് നിശ്ചയിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഇത് ഓർക്കണ്ടേ? റജബ് 27-ന് ആ രാത്രി ആരെങ്കിലും കൊണ്ടുപോയി ഈ സമ്മേളനം വെക്കും? അപ്പൊ നിങ്ങളും ദീനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പച്ചവെള്ളം പോലെ വ്യക്തല്ലേ? പേരോട് ഒരു അവസരം കൂടി കൊടുക്കും. ഉസ്താദവറുകൾ 3ാം കേരള യാത്ര നടത്തുന്നു. അത് ഈ 1-ാം തീയതി ആരംഭിക്കും. അത് റജബ് 27-ന്റെ നോമ്പിന്റെ അന്ന് ജനുവരി 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വിധത്തിലായി പോയി. നമ്മൾ തീരുമാനിച്ചത് മാസം കണ്ടില്ല. അതുകൊണ്ട് അത് 17-ന് തീരുന്ന വിധത്തിലായി.
മാസം കണ്ട മാസം കാണാത്ത വിവരം അറിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി 16 സമാപനം ആക്കി നിശ്ചയിച്ചു. കാരണം അന്നത്തെ നോമ്പ് നഷ്ടപ്പെടരുത് എന്നതുകൊണ്ടാണ് ആ നോമ്പിനെ പരിഗണിച്ചതാണ്. നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും ദീനിന് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയും പ്രസ്ഥാനവുമാണ്. അതുകൊണ്ടാണ് അതിന്റെ സമാപനം തലേ ദിവസത്തേക്ക് മാറ്റിയത്. അതാണ് കണ്ണങ്ങൾ എന്ത് ജാതി വിടലായി വിടുന്നു. ഓല സംഘടന ദീനിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് 17 16 മാറ്റിയിട്ട് ലൈലത്തുൽ മിറാജ് കൊളാക്കി കൊടുത്തത്. ലൈലത്തുൽ മിറാജ് നശിപ്പിച്ചു കൊടുത്തത് അത് ഞങ്ങളെ സംഘടന ദീനിന് നൽകുന്ന പ്രാമുഖ്യം അറിയിക്കുന്നു എന്നാണ്. എവിടേക്കാണ് ഈ പോക്ക്? എങ്ങോട്ടാ നിങ്ങളെ പോക്ക്? ഏതാ മിറാജിന്റെ രാവിന്റെ പവർ? അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാ. എ പി അബൂബക്കർ മുസ്ലിയാരെ തന്നെ കൊണ്ടുപോവാ. ഇവിടെ മുൻകഴിഞ്ഞ ഔലിയാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്. മഹാനരായ സുൽത്താനുൽ ആരിഫീൻ വടകര മുഹമ്മദ് തങ്ങൾ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു, താഴേക്കോട് ഹസനുസ്സാഹിദ് ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ മിഅ്റാജിന്റെ രാവിന് നൽകിയ ബഹുമതി എത്രയാണ്? വടകര ചെറുവണ്ണൂരിൽ നിങ്ങൾ ചെന്നു നോക്ക്. വടകര മുഹമ്മദ് തങ്ങളുടെ ഹയാത്ത് കാലം മുതൽക്ക് തന്നെ അവര് മിഅ്റാജ് നേർച്ച നടത്തുന്ന ദിവസം. അത് മിഅ്റാജ് നേർച്ച ഇ കെ ഉസ്താദുള്ള കാലം, ശംസുൽ ഉലമയുള്ള കാലം, ആ കാലത്ത് മുടങ്ങാതെ പോകുന്നു. അവിടെ ആ രാത്രിയിൽ വേറെ പരിപാടി ഏൽക്കൂല. അത് പഠിപ്പിച്ചു കൊടുക്കാണ് വടകര മുഹമ്മദ് തങ്ങൾ ഉപ്പാപ്പ, താഴേക്കോട് ഹസനുസ്സാഹിദ് തങ്ങൾ, ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുന, അത് പഠിപ്പിക്കുകയാണ്. ഔസുൽ ആലം അതിന്റെ പ്രാധാന്യമാണ് ഉന്നയിൽ പേജുകളോളം പറഞ്ഞത്. ഈ രാവിനെയാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ആദരിച്ചത്. കിഴിയനോറും നമ്മുടെ ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദും ഒക്കെ ആദരിച്ചത്. അവർക്കൊക്കെ മശായിഖ് ഉണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ മുഴുവനും ധ്വംസിച്ച് നഷ്ടപ്പെടുത്തി സാക്ഷാൽ വഹാബികൾ പോലും, വഹാബി എന്നെ ചിലപ്പോൾ മാനിച്ചെന്ന് നടത്തൂല, വേറെ ദിവസം ഉണ്ടല്ലോ എന്ന് കരുതും. അതുപോലും അതെന്നെ നിങ്ങൾ രണ്ടാമതും നിശ്ചയിച്ച് പവർ പറയാണ്. ഞങ്ങള് നോമ്പ് തുറക്കണത് ഒഴിവാക്കി ഇങ്ങോട്ടാക്കി. അത് തിന്നിന്റെ വിഷയത്തിൽ പ്രശ്നം വരുന്നുള്ളതുകൊണ്ടാ അതിന്റെ പവർ മുഴുവൻ കിടക്കുന്നത് ആ രാത്രിയിലാണ്. ലൈലൻ, രാത്രിയിൽ എന്നല്ലേ പറഞ്ഞത്. എന്താണ് ആ രാത്രിയുടെ പവർ? അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ചെറുവണ്ണൂരിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ. പറയട്ടെയാണ്. പ്രത്യേക ദിവസം അറഫ, അത് അല്ലാഹുവിന്റെ പ്രത്യേക ദിവസം. റമളാൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ ദിവസങ്ങളാണ്. 2 പെരുന്നാള്, ആശൂറ, താസുആ, ഇങ്ങനെ പുണ്യമായ പല ദിവസങ്ങൾ. റബീഉൽ അവ്വലിന്റെ 12ാമത്തെ രാവ് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുള്ള രാവാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അയ്യാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള പുണ്യ ദിവസം. ആ ദിവസത്തിൽ ഒരു ദിവസമാണ് മിഅ്റാജ്. അതിലാർക്കും സംശയമില്ല, ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ആ ബോധം നിങ്ങൾക്ക് മറക്കാനും പാടില്ല, നിങ്ങൾ പ്രത്യേകം മറക്കാൻ പാടില്ല. കാരണം വടകരോറ് നിങ്ങളെ നേരെ വിളിച്ച് മിഅ്റാജ് നേർച്ചയിൽ പങ്കെടുപ്പിക്കുന്നതല്ലേ, ബോധം വേണ്ടേ? ഏത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ ഗൗരവം? മുമ്പ് എണ്ണിയണ്ടില്ല. അറഫയുടെ ദിവസം, അറഫ ദിവസം സമാപന സമ്മേളനം വെച്ച് എങ്ങനെ ഉണ്ടാവും? പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാളിൻ്റെ അന്ന് കേരള യാത്ര തുടങ്ങുന്നു, പിണറായി സാർ ഉദ്ഘാടനം, എങ്ങനെ ഉണ്ടാവും? റജബ് 27 ആ ഗണത്തിലാ എണ്ണിയത്. അത് വദക്കിർഹും ബിഅയ്യാമില്ല എന്നുള്ള ആയത്തോതിയിട്ടാ പറയുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ ആ ഏടാകൂടത്തിലായിരുന്നെങ്കിൽ ആ റജബിന്റെ മഹത്തായ രാത്രിയിൽ നമ്മൾ അവിടെ ഇരുന്നു കൊടുക്കേണ്ടി വന്നില്ലേ? നമ്മളെ മശായിഖന്മാർ അവർ നമ്മുടെ കൈ പിടിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, വലിയൊരു സൗഭാഗ്യമുണ്ടായി. അതെന്താണ്? മഹാനരായ വടകര മുഹമ്മദ് തങ്ങളുപ്പാപ്പ അവിടത്തെ വാക്കുകൊണ്ട് ഷാദുലി തങ്ങളാണെന്ന് വിശേഷിപ്പിച്ച സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ
മടവൂര് ശൈഖുന എന്റെ മോനാണെന്ന് വിശേഷിപ്പിച്ച അഹ്ലുബൈത്തിന്റെ കാരണവന്മാർ, അഹ്ലുബൈത്ത് പ്രത്യേകം ആദരിക്കേണ്ട അഹ്ലുബൈത്ത്, പാണക്കാട് സാദാത്തീങ്ങൾ പ്രത്യേകം ആദരിക്കപ്പെടുന്നവർ, അതുപോലെയുള്ള മഹത്തുക്കൾ സാദാത്തീങ്ങൾ എല്ലാവരും പ്രത്യേകം പാണക്കാട് പൂക്കോയത്തങ്ങളെ പറയുമ്പോൾ അത് കേരളത്തിന് എന്നല്ല ലോകർക്ക് തന്നെ പ്രത്യേകം ഒരു ആദരവ്. ഇന്ന് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വഫാത്തിന്റെ ദിവസം, അല്ലാഹു അവരെ മദദ് നമുക്ക് നൽകട്ടെ. അപ്പൊ സാദാത്തീങ്ങളോടുള്ള ആദരവ്, ആ സാദാത്തീങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ആളാണ് മഹാനരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ. 37 വർഷം തുടർച്ചയായി മിഅ്റാജിന്റെ രാവിൽ മഹാനവറുകൾ ഷാദുലി ഹൽഖക്ക് നേതൃത്വം നൽകി ചെറുവണ്ണൂരിലെ അവരുടെ ഷെയ്ഖിന്റെ മഖാമിന്റെ പരിസരത്ത് അവരുണ്ടാകുമായിരുന്നു. കഴിഞ്ഞ അവരുടെ ഉറൂസിലാണ് മനുഷ്യർക്കൊപ്പം വന്ന് ബോർഡ് വെച്ച ഈ ചങ്ങാതിമാർ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ നിർദ്ദേശപ്രകാരം തങ്ങളവറുകളെ നേർച്ചയ്ക്ക് വിളിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ അടിപിടി ഉണ്ടാക്കി തങ്ങളവറുകളെ ഇറക്കി വിട്ടു അവിടെ നിന്ന്. അൽഹംദുലില്ലാഹ്, തങ്ങളവറുകൾ ഈ മിഅ്റാജ് പിറന്നപ്പോ, റജബ് വന്നപ്പോ തന്നെ പറഞ്ഞു, നമുക്കൊന്നിച്ച് കുരുവട്ടൂർ സാവിയയിൽ ഷാദുലി ഹൽഖ നടത്താം, മിഅ്റാജ് നേർച്ച നടത്താം. അതിനെല്ലാം നിയന്ത്രിക്കുന്ന അസ്ഹാബുൽ വഖ്തുകളായ മശായിഖുമാർ അവരതിന് അംഗീകാരം നൽകി, അവരതിന് നേതൃത്വം നൽകി. അവരതിന്റെ ചുക്കാൻ പിടിച്ചപ്പോ 37 കൊല്ലം ആ മഹാനരായ സയ്യിദ് അവറുകൾ നേതൃത്വം നൽകിയ അതേ ഷാദുലി, അതേ ഹൽഖ, മിഅ്റാജിന്റെ രാത്രി നിങ്ങൾ അവിടെ രാഷ്ട്രീയക്കാരുടെ വെഴുപ്പലക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ അൽഹംദുലില്ലാഹ് ഞങ്ങൾ അവരുടെ മുന്നിലിരുന്നു കൊണ്ട് മൗലിദ് ഓതുകയാണ്. മഹന്യരായ ശൈഖുനയുടെയും അതുപോലെയുള്ള മശായിഖിന്റെ മുന്നിലിരുന്ന് ഞങ്ങൾ മൗലിദ് ഓതുകയാണ്, ഷാദുലി റാത്തീബ് ചൊല്ലുകയാണ്. എന്തൊരു മാറ്റം, ആർക്കും മനസ്സിലാക്കിക്കൂടെ? അത് ഇതാണ് മദദ് എന്ന് പറയുന്നത്. നിങ്ങൾക്കതില്ലാതെ പോയി, വളരെ വ്യക്തം. എന്നിട്ട് മൂപ്പര് അതിന്റെ ഖേദം തീർക്കാൻ വേണ്ടിയിട്ട്, ഇത് തീരൂലല്ലോ, ഭയങ്കര പ്രശ്നമാണല്ലോ, ഇത്ര വലിയ അബദ്ധം ലോകത്താരോ ചെയ്യൂല, ഒരു ബോധമില്ലാതെ ആയിപ്പോയി. എന്നിട്ട് മീറാജൊക്കെ കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് വാഴ്, അതായത് അന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള വാഴ് 27 ഇവിടെ എത്തിനല്ലോ, വാഴലില് മൂപ്പര് ഭയങ്കര പ്രസംഗം. എന്താണ് മിഅ്റാജിന്റെ പ്രത്യേകത? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. അതായത് എന്തൊക്കെയാ ഇന്ന് രസങ്ങൾ നടക്കണമെന്ന് അന്നൊക്കെ ഉണ്ട് ചിലയിടത്ത് മിഅ്റാജ് നേർച്ച നടക്കണം ഇന്നലൊക്കെ. അപ്പം എന്താ അന്ന് നടത്തേണ്ടത് ഇന്ന് ഇങ്ങോട്ട് കലാവ് കിട്ടുകയാണ് അത്ര. കാരണം എന്താ, അന്ന് തിരുവനന്തപുരം പോയതാണ്. എത്ര പള്ളികളിൽ അന്ന് നടക്കേണ്ട സദസ്സ് നടന്നില്ല. മൊയ്ലിയന്മാര് പോയതാ, പോകൽ നിർബന്ധം, അല്ലെങ്കിൽ നാളെ പിരിച്ചിടും. നമ്മളോട് വിളിച്ചല്ലോ, പോരി മക്കളെ കുരുവട്ടൂരിൽ ഇവിടെ ഉണ്ട് വന്നു. പലരും പിന്നെ ലൈവ് കേൾക്കാന്ന് പറഞ്ഞു, കാരണം നാളെ മദ്രസ പോകുന്നുള്ള പേടിയുണ്ട്. അതൊക്കെ ഉണ്ടാകാലോ, ചിലപ്പോൾ ഭീഷണി ഉണ്ടാകാം, നമ്മളെ അവസ്ഥാനുണ്ടായ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാകാലോ. എന്നിട്ടോ മിഅ്റാജ് പ്രസംഗം പിറ്റേന്നാ നടത്തിയതാണെങ്കിലോ ആകെ പാളിയും ചെയ്തു. അള്ളാന്റെ റസൂലിന് തെളിവ് കാണിച്ചു കൊടുക്കാണ് അത്ര ആകാശത്തേക്ക് ഉണ്ടായത്. അപ്പൊ ഇതിന്റെ തെളിവ് കിട്ടാത്തത് കൊണ്ട് ആകാശലോകത്തേക്ക് അല്ല കൊണ്ടുപോയത് തെളിവ് നിങ്ങളൊരു ഉഷാറാണെന്ന് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കാനാണ് എന്നാണ്. എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? കാരണം എന്താ, നിങ്ങൾക്ക് മദദില്ല, സഹായമില്ല, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നോട്ടമില്ല. വെറും ഒരു ഭൗതിക അതിപ്രസരത്തിൽ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ മാത്രം കേട്ട് അതിലിങ്ങനെ മതിമറന്നുറങ്ങുന്ന, അവനാൻ്റെ ആവശ്യത്തിന് ബിസിനസ് നടത്തി ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു വർഗമായി മാറി എന്നത് ഇനി എവിടെ നിന്ന് തെളിയാനായി? ഇനി ഇതിലുഷാറായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ല. അത് ആ പ്രസംഗം കൂടി ഒന്ന് കേൾക്കുക. കഴിഞ്ഞ് വന്നിട്ടുള്ള പ്രസംഗം, യാത്രയൊക്കെ കഴിഞ്ഞ് പിറ്റേന്നുള്ള പ്രസംഗം ആ കേട്ടോളി. നമുക്കറിയാം, അമ്പിയാക്കൾ എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് മിഅ്റാജിന്റെ ദിവസം നോമ്പെടുത്തു. മിഅ്റാജ് എന്ന് പറയുന്നത് ഇന്നലത്തെ രാത്രി മിഅ്റാജിന്റെ അല്ലെങ്കിൽ ഇസ്രായിന്റെ രാത്രിയാണ്. ആ വലിയ യാത്ര അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചത് എന്തിനാണ്? ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിനാ, തെളിവുകൾ കാണിച്ചു കൊടുക്കാനാണ്.
അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നുണ്ട്. നേരത്തെ അവരോധിച്ച സ്ഥാനത്തിന്റെ പുറമെ അതിന് ധാരാളം തെളിവുകൾ കാണേണ്ടതുണ്ട്. അങ്ങനെ തെളിവ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു യാത്രയായതുകൊണ്ടാണ് അത് രാത്രിയിൽ സംഘടിപ്പിച്ചത്, അല്ലാതെ വെറും ആളുകൾക്ക് കാണിക്കാനുള്ള വൈദ്യുതത്തല്ല. അങ്ങനെയാണെങ്കിൽ പകലല്ലേ അത് നടക്കേണ്ടത്? ലിനുരിയഹൂമിനായാതിന, നബിതങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനാണ്, ജനങ്ങൾക്ക് അതിന് തെളിവ് കാണിച്ചു കൊടുക്കാനല്ല. നബിതങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനാണ്. ആ കാണിച്ചു കൊടുത്ത തെളിവിൽ നമ്മൾ കണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോകുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് 2 റകഅത്ത് നിസ്കരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുത്ത തുരിസേനയിൽ വെച്ച് 2 റകഅത്ത് നിസ്കരിക്കുന്നു. ഇതൊക്കെ ആർക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനാണ്? ഹബീബ് റസൂലുള്ളാഹി, ഹബീബായ തങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ അതിലുണ്ടല്ലോ പറഞ്ഞ് ലിനുരിയഹു മിൻ ആയാതിന, അതിനർത്ഥം വെച്ചതാണ് തെളിവ് കാണിച്ചു കൊടുക്കാൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, സിദ്റത്തുൽ മുൻതഹയും അതുപോലെയുള്ള സംഭവങ്ങൾ, അതാണ് കൂട്ടരെ അവിടെ നടക്കുന്നത്. അതുപോലും ബോധം എങ്ങനെ ബോധം ഉണ്ടാകുക? ഈ വിഷയത്തിൽ നിങ്ങളുടെ അബദ്ധങ്ങളാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. ഒരു കാര്യം ഉറപ്പിച്ചോളിട്ടോ, നിങ്ങൾ പറഞ്ഞതിനൊന്നും ബില്ലും ബ്രേക്കും ഉണ്ടാവില്ല. ഈ ജാതി പൊട്ടത്തരങ്ങൾ മാത്രം പറയുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഒരു കാര്യം കൂടി, ഞാൻ ഇവരെ മദ്രസയിലില്ല എന്ന് പറഞ്ഞല്ലോ. ആരെ? AP വിഭാഗത്തിന്റെ മദ്രസയിലില്ല എന്ന് വലിയൊരു അഹങ്കാരമായിട്ട് ആര് പറഞ്ഞ്? വടശ്ശേരി പറഞ്ഞു. അപ്പൊ ഇന്നലെ മിനിയാന്നൊക്കെ കോളുണ്ട്, എന്താ ഞങ്ങളെ മദ്രസയിൽ ഇല്ലാത്ത പറയുന്നു, ഇവിടെ EK വിഭാഗത്തിന്റെ മദ്രസയിൽ ഇതുണ്ടോ ഇല്ലേ, അതെന്താ ഈ പറയാത്തതൊക്കെ പറഞ്ഞിട്ടിരുന്നു. അതുകൊണ്ട് അതൊന്നാണ് കാണിച്ചു കൊടുത്താൽ അതുപോലേക്ക് തീർക്കുക. ഇതൊക്കെ ഇവിടെ എഴുതിയ സിലബസും ഇവിടെ ഉണ്ട് എന്നുള്ളത് AP-ക്കാരും വടശ്ശേരിക്കാരനൊക്കെ അറിയാൻ വേണ്ടി ഞാനതൊന്ന് കേൾപ്പിക്കുന്നു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകം. അതിൽ ദുൽഹിജ്ജ 9, അറഫാ ദിവസം, മുഹറം 9, 10 ഇങ്ങനെ പോന്നാൽ ആ ചോപ്പിട്ട് കണ്ടി നിങ്ങൾ റജബ് 27, മിഅ്റാജ്, ശഅബാൻ 15, ബറാഅത്ത് എന്നീ ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ്. അപ്പൊ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. AP-ക്കാരെ പിരിച്ചുപിടിങ്ങളെ വിദ്യാഭ്യാസ ബോർഡ്. എനിക്ക് ശക്തിയായ സുന്നത്തുണ്ടായാലല്ലേ കിട്ടുള്ളൂ. ആദാബുൽ ജിമാഇന് അവിടെ ശക്തിയായ സുന്നത്ത് വേണ്ടേ? ഇതാണ് ഈ കൗമിന്റെ അവസ്ഥ. ശാപം ഇവർക്ക് പറ്റി എന്നതിന് ഇനി വേറെ തെളിവിന്റെ ആവശ്യമുണ്ടോ? മീറാജ് രാവ് ഓർമ്മല്ല, മീറാജ് നോമ്പ് ഓർമ്മല്ല. എവിടേക്കാണ് നിങ്ങളെ പോക്ക്? മശായിഖിൽ നിന്ന് ഒഴിവായാൽ പിന്നെ നിങ്ങളൊന്നുമല്ല എന്നത് ലോകർ കണ്ടുകൊണ്ടിരിക്കും. ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിർത്തിവെക്കാം, എല്ലാം നിർത്തിവെച്ച് വരക്കൽ മക്കാമിലെത്തുക. അത് കഴിഞ്ഞ് നേരെ വരിക മശായിഖിന്റെ സമീപത്ത്. മശായിഖുമാർ അതിനും സാക്ഷിയായ മശായിഖുമാർ, അവർ EK ഉസ്താദിന്റെ കൂടെ ഉണ്ട്. അവർ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ സാക്ഷി. നിങ്ങളെ നേതാക്കൾ തന്നെ പലപ്പോഴും പോയത് ഒക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരുപാട് മശായിഖുമാർ അവരെ തിരുഹദറത്തിലെത്തി ഒന്ന് പൊട്ടിക്കരയാൻ നോക്കൂ. അവര് റഹ്മത്ത് ചെയ്താൽ, അവരെ കൂടെ വന്ന് ഇരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം.